ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേജ് നമ്പർ 151 പ്രോബ്ലം 14 ആണ്. ഷോ ദാറ്റ് എ ഫ്രസ്നൽ ഇൻ്റഗ്രൽ 0 to infinity sin x square dx കൺവേർജസ് കണ്ടീഷണലി. ഈ തന്നിരിക്കുന്ന ഇൻ്റഗ്രലിൽ കൺവേർജസ് ആണോ ചെക്ക് ചെയ്യാനാണ് നമ്മൾ ക്വസ്റ്റ്യൻ. അപ്പം നമ്മൾ ഈ ഫ്രസ്നൽ ഇൻ്റഗ്രൽ വഴി അതിൻ്റെ ലിമിറ്റ് എഴുതുമ്പോൾ ലിമിറ്റ് r ടെൻസ് ടു ഇൻഫിനിറ്റി 0 to r ഇൻ്റഗ്രൽ ഓഫ് 0 to r sin x square dx. അപ്പം ഈ എക്സ് സ്ക്വയർ നമുക്ക് യു ആയിട്ട് എടുക്കാം. അപ്പോൾ എക്സ് വരിക എക്സ് ഈക്വൽ ടു റൂട്ട് യു. അപ്പം ഡി എക്സ് ഈക്വൽ ടു ഡി യു ബൈ 2 റൂട്ട് യു. ദെൻ ഫോർ എനി ക്യൂ ഗ്രേറ്റർ ദാൻ പി ഗ്രേറ്റർ ദാൻ 0. അപ്പം ഇൻ്റഗ്രൽ ഓഫ് പി ടു ക്യൂ സൈൻ എക്സ് സ്ക്വയർ ഡി എക്സ്. എന്നിട്ട് നമ്മൾ യു അവിടെ എക്സ് സ്ക്വയർ യു കൊടുത്തപ്പം അതേമാതിരി എഴുതുമ്പം ഇൻ്റഗ്രൽ ഓഫ് പി സ്ക്വയർ ടു ക്യൂ സ്ക്വയർ സൈൻ യു ഡി യു ബൈ 2u. അപ്പം 1/2 പുറത്തേക്ക് എടുത്തിട്ട് 1/2 ഇൻ്റഗ്രൽ ഓഫ് പി സ്ക്വയർ ടു ക്യൂ സ്ക്വയർ സൈൻ യു ബൈ റൂട്ട് യു ഡി യു. അത് നമ്മൾ ഇതാക്കി വരുമ്പം സൈൻ യുവിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് യു. അതിൻ്റെ ലിമിറ്റ് കൊടുത്തിട്ട് 1/2 മൈനസ് 1/2 മൈനസ് കോസ് യു ബൈ റൂട്ട് യു ഇൻ്റഗ്രൽ ടു പി സ്ക്വയർ ടു ക്യൂ സ്ക്വയർ മൈനസ് 1/2 u raised to 3/2 into minus cos u du. ഇത് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് മെത്തേഡ് വഴി നമുക്ക് ഇക്വേഷൻ കിട്ടും. ഇക്വേഷൻ അല്ല അത് ഇതായി വരും. അപ്പം നമുക്ക് അവസാനം ആൻസർ കിട്ടും 1/2 ബ്രാക്കറ്റിൽ കോസ് പി സ്ക്വയർ മൈനസ് കോസ് പി സ്ക്വയർ ബൈ പി മൈനസ് കോസ് ക്യൂ സ്ക്വയർ ബൈ ക്യൂ മൈനസ് 1/4 ഇൻ്റഗ്രൽ ഓഫ് പി സ്ക്വയർ ടു ക്യൂ സ്ക്വയർ കോസ് യു by u raised to 3/2 du. Then by properties of absolute value we obtained inequalities and integrals and mod cos u less than or equal to 1 for all u element of r. We have mod integral of p to q sin x square dx less than or equal to 1/2 into 1/p plus 1/q plus 1/4 integral of p square to q square 1/u raised to 3/2 du. അങ്ങനെ സോൾവ് ചെയ്യുമ്പം 1/p കിട്ടും. ഹെൻസ് ബൈ കറസ്പോണ്ടിങ് ടു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ചൂസിങ് n ഗ്രേറ്റർ ദാൻ 1/epsilon we get n less than or equal to p where q less than infinity. അപ്പം മോഡ് ഇൻ്റഗ്രൽ ഓഫ് പി ടു ക്യൂ സൈൻ എക്സ് സ്ക്വയർ ഡി എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/p ലെസ് ദാൻ ഈക്വൽ ടു 1/n ലെസ് ദാൻ എപ്സിലോൺ. അപ്പോൾ നമ്മളെ സൊല്യൂഷനിൽ ഏതൊരു r ഗ്രേറ്റർ ദാൻ 0 എടുത്താലും അവിടെ ഈ 0 to ഇൻ്റഗ്രൽ ഓഫ് 0 to സൈൻ എക്സ് സ്ക്വയർ എക്സിസ്റ്റ് ചെയ്യും. ബൈ കോഷി ടെസ്റ്റ് വഴി അത് എക്സിസ്റ്റ് ചെയ്യും. അപ്പം 0 to integral of 0 to infinity sin x square dx converges to a finite. അപ്പോൾ അതിൽ കൺവേർജസ് ആയിട്ട് നമുക്ക് പറയാം. പിന്നെ നമുക്ക് ഈ ഇൻ്റഗ്രൽ ഡൈവേർജസ് ആണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അതേമാതിരി തന്നെ എക്സ് സ്ക്വയർ ഈക്വൽ ടു യു അങ്ങനെ ചെയ്ത് വരുമ്പോൾ 1/2 ഇൻ്റഗ്രൽ ഓഫ് 0 to infinity മോഡ് സൈൻ യു ബൈ റൂട്ട് യു ഡി യു. ഇത് സിൻസ് മോഡ് സൈൻ യു ബൈ റൂട്ട് യു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ ഓൾ യു എലമെൻറ്റ് ഓഫ് ക്ലോസ് കോപ്പൺ ഇൻ്റർവൽ 0 to infinity. നമുക്കൊരു ലെമ്മ ഉണ്ട് 3.5 ആ ലെമ്മ ഉപയോഗിച്ചിട്ട് നമുക്ക് കിട്ടും ഇൻ്റഗ്രൽ 0 to infinity മോഡ് സൈൻ എക്സ് സ്ക്വയർ ഡി എക്സ് ഈക്വൽ ടു സോൾവ് ചെയ്ത് വരുമ്പോൾ 1/2 summation n to 0 into infinity integral of n pi to n plus 1 pi mod sin u by root u du. ഇതിൽ n 0 to 0 1 2 etc. അപ്പോൾ നമ്മളങ്ങനെ സോൾവ് ചെയ്ത് വരുമ്പം എന്നിട്ട് നമുക്ക് യു ഉള്ള ഭാഗത്ത് നമുക്ക് t plus n
പൈ എന്ന് കൊടുക്കാം. അപ്പം ഇൻ്റഗ്രൽ n പൈ ടു n+1 പൈ മോഡ് സൈൻ u ബൈ റൂട്ട് u du ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ബൈ റൂട്ട് n+1 പൈ ഇൻ്റഗ്രൽ ഓഫ് n പൈ റേസ് ടു n+1 പൈ മോഡ് സൈൻ du. അത് നമ്മൾ യുവിൻ്റെ അവിടെ t പ്ലസ് n പൈ ടി കൊടുക്കുമ്പം ഡി ടി ചെയ്തിട്ട് സൈൻ ഓഫ് ടി പ്ലസ് എൻ പൈ ഈക്വൽ ടു സൈൻ ടി കോസ് എൻ പൈ പ്ലസ് കോസ് ടി സൈൻ എൻ പൈ ഈക്വൽ ടു -1 റേസ് ടു n സൈൻ ടി. അതാകുമ്പോൾ മോഡ് സൈൻ ടി പ്ലസ് എൻ പൈ ദാറ്റ് ഈസ് ഈക്വൽ ടു മോഡ് സൈൻ ടി ഈക്വൽ ടു സൈൻ ടി ഫോർ ഓൾ യു എലമെൻറ്റ് ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ 0 to പൈ. അപ്പോൾ നമുക്ക് മോഡ് ഓഫ് സൈൻ ടി പ്ലസ് എൻ പൈനെ അവിടെ സൈൻ ടി ഡി ടി കൊടുത്തിട്ട് ആ സൈൻ ടീൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് ടി അങ്ങനെ സോൾവ് ചെയ്ത് വരുമ്പോൾ 2 ബൈ റൂട്ട് n+1 പൈ എന്ന് കിട്ടും. therefore 0 ഇൻ്റഗ്രൽ ഓഫ് 0 to ഇൻഫിനിറ്റി മോഡ് സൈൻ എക്സ് സ്ക്വയർ ഡി എക്സ് ഈക്വൽ ടു 1/2 summation n to 0 infinity integral of n pi to n+1 pi mod sin u by root u du greater than or equal to 1/2 summation n equal to 0 to infinity 2 by n+1 pi. Since the infinity series summation n to n equal to 1 to infinity 1 by root n is divergent. അപ്പം നമ്മുടെ ഇക്വേഷനും ഡൈവേർജൻ്റ് ആവും. അപ്പം ഈ സൊല്യൂഷൻ കൺവേർജൻ്റ് ആണെന്ന് നമുക്കിവിടെ പ്രൂവ് ചെയ്യാം.